ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞാല് നിഖായം എനിക്ക് വേണം, നിങ്ങളതെനിക്ക് തരണം, അങ്ങനെ പറഞ്ഞിട്ട് അത് പിന്ന് കാലത്തെ മുതലെടുത്തോട്ട് വെച്ചത് നിങ്ങളൊക്കെ ആരാ മാധ്യമോ? എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളൂ, നിങ്ങളോടൊന്നുമില്ല. ഈ പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ. അപ്പൊ അങ്ങനെയാണത് ആരാണത്? ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ടിനി ടോം തൃശ്ശൂരിൽ ഒരു ഫംഗ്ഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തുണ്ടെങ്കിൽ മിമിക്രിയൊക്കെ സാധാരണ അദ്ദേഹം ചെയ്യാറുള്ള കുറേയധികം ഫംഗ്ഷനും കാര്യങ്ങളും പോകുമ്പോഴത്തേനും അദ്ദേഹം ചെയ്യുന്നതാണ്. ആ ഒരു കൂട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതേ കണക്ക് എന്ത് ചെയ്യുന്നത്, സുരേഷ് ഗോപിയെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇതേ കണക്ക് എന്ത് ചെയ്യുന്നത്, ഒരു മിമിക്രി പോലെ അദ്ദേഹം ചെയ്യുന്നത്. ആ ഒരു മിമിക്രി ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ട്രോളെന്ന് പറയുമ്പോഴത്തേനും ട്രോള് മാത്രമല്ല, അതൊരു ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളുമാണ് കൂടുതൽ എന്ന് പറയാം. കാരണം ഇദ്ദേഹം സുരേഷ് ഗോപിയാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പാർട്ടി മെമ്പേഴ്സും അതുപോലെ തന്നെ സഹമന്ത്രിയൊക്കെയാണ്. അപ്പം അദ്ദേഹത്തിനെ അത്രയും ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിക്ക് ഇദ്ദേഹത്തിന് നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് സുരേഷ് ഗോപിക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ ഈ ഒരു ടിനി ടോം തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കണ്ട സമയത്ത് ഇതേണക്ക് നിങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ എന്നുള്ളൊരു ചോദ്യം ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അതുപോലെ തന്നെ ബ്രിട്ടാസും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഡൽഹിയിൽ വെച്ച്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരൊക്കെ മലയാളത്തിൽ വരെ അവിടെ ഡൽഹിയിൽ വെച്ച് ഭയങ്കരമായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അത് ഭയങ്കരമായിട്ട് സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി നേരെ തിരിച്ച് തൃശ്ശൂരേക്ക് വരുമായിരുന്നു. വന്ന് അവിടെ ഇറങ്ങിയ സമയത്തുണ്ടെങ്കിൽ എയർപോർട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിനുണ്ടെങ്കിൽ അദ്ദേഹം മറുപടി ഓരോന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വഖഫ് ബില്ലിനെക്കുറിച്ചും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മറുപടി പറയുന്നതിനിടയിൽ കൈരളി TV ഇത് കണക്കൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സുരേഷ് ഗോപിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അതത്ര വലിയത് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ നിങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഏതാണ് ചാനലെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കൈരളിയാണെന്ന് പറയുന്നത്. അപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമോ ഓക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി അവിടെ ചിരിച്ചിട്ട് നേരെ കാറിലേക്ക് പോകാൻ നേരത്തിട്ട് ആ ഒരു കൈരളിയുടെ ആൾക്കാരെ ഒരു മീഡിയ പ്രവർത്തകർ എന്നെ ചോദിക്കുന്നുണ്ട്, മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ ചോദിച്ചെന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നില്ല, ഞാൻ മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇവരെ താറടിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറയും, നിങ്ങളുടെ അടുത്തൊക്കെ എന്തിനാണ് മറുപടി പറയുന്നത്, നിങ്ങൾ എന്നും ചോദിച്ചിട്ടുണ്ട്. മറുപടി പറയേണ്ടത് ഞാൻ ജനങ്ങളുടെ അടുത്താണ്, അല്ലാതെ മീഡിയ അടുത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൈരളിയുടെ അടുത്ത് പറയുന്നുണ്ട്. ആ ഒരു മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് പറയുന്നുണ്ട്, അത് ബ്രിട്ടാസിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി, എൻ്റെ അടുത്ത് വേണ്ട എന്നുള്ളൊരു പ്രയോഗവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സുരേഷ് ഗോപിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് ഈ രീതിയിൽ ഇങ്ങനെ പെരുമാറുന്നത്, അദ്ദേഹം സിനിമയിൽ ജീവിക്കുന്ന രീതിയിലാണ് എല്ലായിടത്തും ചെന്ന് പെരുമാറുന്നത്. അതിപ്പം എവിടെ ചെന്ന് ഒരു മീറ്റിങ്ങിനായാലും ശരി, എന്തെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും ശരി, അദ്ദേഹം ഭയങ്കര മാസ്സായിട്ടുള്ള ഡയലോഗൊക്കെ വെച്ച് ആ ഒരു സീൻ ഭയങ്കരമായിട്ട് പൊലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് റിയൽ ലൈഫാണ്, അല്ലാതെ ലൈഫൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ട്രോളും കാര്യങ്ങളും ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കുറേ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വേറെ പാർട്ടി പ്രവർത്തകരും അവരും ഇതേ കണക്ക് പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കണ്ട, എപ്പോഴും എന്താണെന്ന് പറയണ്ടേന്ന് അദ്ദേഹത്തിന് ഒരു വിചാരമോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കുറേയധികം പേര് അങ്ങനെയും ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം പേര് ഈ ഒരു അദ്ദേഹം നേരത്തെ സംസാരിച്ച വീഡിയോസും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ട് അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം ഭയങ്കരമായിട്ട് സിനിമ തന്നെയാണ് ജീവിതത്തിലേക്ക് അത് പടർത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പകർത്താൻ ശ്രമിക്കുകയാണ്. അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ജീവിതമായിട്ട് തന്നെ നിൽക്കണം. സിനിമയിലെ മാസ് ഡയലോഗുകളോ അതൊന്നും അല്ല വേണ്ടത്. നിങ്ങൾ ഓരോ വ്യക്തി ചോദ്യം ചോദിക്കുമ്പോഴത്തേന് ആ ഒരു വ്യക്തിയെടുത്ത് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ്ങും അതും ഇതുമൊക്കെ സുരേഷ് ഗോപിക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ടിനി ടോം ഇതേ കണക്ക് ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്ന ആ ഒരു ഫംഗ്ഷന് പങ്കെടുത്ത സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഈ ഒരു സംഭവം മിമിക്രിയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഇത്രയും ഇഷ്യൂ ആയതിനു ശേഷം
ടിനി ടോം തന്നെ തൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ വീഡിയോ ഇല്ല, ഇതിന് മുമ്പുണ്ടെങ്കിൽ അവിടെ വന്നവരെല്ലാവരും പറയുന്നുണ്ട് ഇത്രയും നേരം ഇവിടം വരെ വന്നതല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും മിമിക്രി ഒന്ന് കാണണം, അദ്ദേഹത്തിനെ ഒന്ന് അനുകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സുരേഷ് ഗോപി ഒന്ന് അനുകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വെച്ചിട്ടുണ്ട് എന്തെന്ന് അതേ കണക്ക് അനുകരിക്കുന്നത്. അത് ഫുള്ളായിട്ട് അവർ വീഡിയോയും കാര്യങ്ങളും ഒന്നുമില്ല, അതിൽ അവർക്ക് വേണ്ട ഒരു ചെറിയ ക്ലിപ്പ് മാത്രമാണ് എടുത്തിട്ട് ഇങ്ങനെ വൈറലാക്കുന്നത്. ഇത് ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നത് ഫുൾ കള്ളത്തരമാണ്, അതിൻ്റെ ഫുള്ള് അവർ ഇടാൻ റെഡിയല്ല എന്നൊക്കെ പറഞ്ഞ് ടിനി ടോം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ പറഞ്ഞ വേറൊരു കാര്യം, ഞാൻ എൻ്റെ ചേട്ടനെ പോലാണ് സുരേഷ് ഗോപി ചേട്ടനെ കണ്ടിരിക്കുന്നത്, അദ്ദേഹമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞുണ്ടാക്കാതിരിക്കും, ഞങ്ങളുടെ ഒരു റിലേഷനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കാം, എന്തിനാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ടിനി ടോം എന്ത് ചെയ്യുന്നു ഒരു പോസ്റ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ആ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് സുരേഷ് ഗോപി വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ് ടിനി ടോം ഇത് മാറ്റി പറയാനൊക്കെ വന്നത്, അല്ലെങ്കിൽ ഇതൊന്നും പറയത്തില്ലായിരുന്നു, സുരേഷ് ഗോപി ഇത് പേടിപ്പിച്ചതാണ്, എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ആ ഒരു സുരേഷ് ഗോപിക്കെതിരെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഇവർ പറയുന്നതിൽ ചെറിയൊരു കാര്യമുണ്ട്, അതായത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൃശ്ശൂർക്കാരെല്ലാം ജയിപ്പിച്ചത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒരു സിനിമയിൽ എന്ന രീതിയിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് പെരുമാറുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അറിയപ്പെടുന്നത് സിനിമയിലൂടെയാണ്. അപ്പം ആ ഒരു ലൈഫ് റിയൽ ലൈഫിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മുടെ റിയലായിട്ട് പെരുമാറേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ അടുത്തെന്ന് പറയുക. അവിടെ വന്നിട്ട് ഇങ്ങനെ ഫേക്കായിട്ട് അഭിനയിക്കുന്ന കണക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനത്തെ രീതിയിൽ പെരുമാറുന്നു, അല്ലാതെ ഒരുമാതിരി സിനിമ സ്റ്റൈലിൽ പെരുമാറുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയറിൽ വരാറുണ്ട്, ആൾക്കാരൊക്കെ വിമർശിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പോകാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. സോ അദ്ദേഹം ചിലപ്പോൾ അത് ഫോളോ ചെയ്യാനും ചാൻസ് ഉണ്ട്. എങ്ങാനും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ബെറ്റർ ആവുമെന്ന് തോന്നുന്നു.